ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബട്ടർഫ്ലൈ ചില്ലി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഈ നോമ്പ് കാലത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് 300 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് കുറച്ചുകൂടെ നല്ലത്, അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായി 3 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഡാൽഡയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാൽഡയ്ക്ക് പകരം ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ക്രിസ്പിനെസ് വരുന്നവരെ ഫ്രൈ ചെയ്യണം. ഞാനിതിവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഫ്രൈ ചെയ്ത ചിക്കനിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ എടുക്കാം. ഇതിൽ തന്നെ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് 2.5 ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കനിലും അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, അതുപോലെ 1 ടേബിൾ സ്പൂൺ
മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ബോൾസ് ആക്കി പരത്തി കൊടുക്കാം. ഇതിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സ്പൂൺ മസാല ഇതുപോലെ മിഡിലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മോൾഡ് ചെയ്തെടുക്കാൻ. ഞാൻ ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാക്കുന്നതേ ഉള്ളൂ. നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലും കൂടെ ഞാനിത് മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങൾ അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ബട്ടർഫ്ലൈ ചില്ലി ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.